സെൻട്രൽ വിയറ്റ്നാമിലെ ഹോയാനിലെ ക്യാമ്കിങ് വില്ലേജിലേക്കുള്ള യാത്രയും ഇവിടുത്തെ ഞങ്ങളുടെ ഹോം സ്റ്റേ ഒക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. ഹോയൻ സിറ്റിയുടെ തൊട്ടടുത്താണെങ്കിലും അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കൊച്ചു നാട്ടിൻപുറമാണ് ഈ ക്യാമ്കിങ് വില്ലേജ്. ഹലോ ഹലോ ഇന്ന് ഞങ്ങൾ ഹോം സ്റ്റേന്ന് 2 സൈക്കിളും എടുത്തിട്ട് ഈ ഗ്രാമം മുഴുവൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ കുറേ രസമുള്ള കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. ദിസ് ഈസ് അർച്ചന ആൻഡ് പ്രശാന്ത്. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അവർ വിയറ്റ്നാം ട്രാവൽ സീരീസ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വെളിയിൽ നിന്നല്ല കഴിക്കുന്നത്, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള അവക്കാഡോ ബനാന സ്മൂത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ അവക്കാഡോയ്ക്ക് നല്ല വിലക്കുറവാണ്, കിലോയ്ക്ക് 100 രൂപ താഴെ ഉള്ളൂ. അതേപോലെ നമ്മുടെ ഹോം സ്റ്റേയിലെ കിച്ചൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ നല്ലൊരു സ്മൂത്തി ഉണ്ടാക്കി. ഇവിടെ ഒരു കുക്കിംഗ് ക്ലാസ് ഉണ്ടെന്ന് കേട്ടു. ആ സ്ഥലം തപ്പിയാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. എന്താണ് ഉണ്ടാക്കുന്നത് എവിടെയൊന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഈ നാട്ടിലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടൊരു ഫുഡാണെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ സ്ഥലം തപ്പിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഇതേവരെ ഒരു സ്ഥലത്ത് നമ്മളൊരു കുക്കിംഗ് ക്ലാസ്സിന് പോയിട്ടില്ല. നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണിത്. ഇതാണ് സ്ഥലം. ഇതൊരു പ്രോപ്പർ കുക്കിംഗ് ക്ലാസ് അല്ലാന്ന് തോന്നുന്നു. ഏതോ ഒരു ഡിഷിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. ഏത് ഡിഷാണെന്നൊന്നും അറിയില്ല. ഭാഷ അറിയാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ചോദിക്കലും പറച്ചിലൊന്നും ഉണ്ടായില്ല. നമ്മൾ വന്നപ്പോഴേക്കും ചേട്ടൻ അടുപ്പിൽ തീ കത്തിച്ച് പണി തുടങ്ങി. ഇതിന് എത്ര രൂപയാവുന്നില്ല അറിഞ്ഞുകൂടാ. നമ്മൾ ഫോറിനേഴ്സ് ആണെങ്കിലും പാവപ്പെട്ടവരാണ്, പൈസ അധികം ഇല്ല എന്നൊക്കെ പറയണമെന്നുണ്ടായി. പക്ഷെ ഭാഷ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു മൂലയ്ക്ക് പോയി മിണ്ടാതെ നിന്നു. നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് നിൽക്കുന്നു വിചാരിക്കാം. റൈസ് റൈസ് വെച്ച് ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന എന്തോ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഒന്നെങ്കിൽ റൈസ് നൂഡിൽസ് അല്ലെങ്കിൽ റൈസ് പേപ്പർ. ഷേപ്പ് കണ്ടിട്ട് റൈസ് പേപ്പർ തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്ത് സംഭവമാണെങ്കിലും വേണ്ടില്ല, അവസാനം ഉണ്ടാക്കുന്ന സാധനം അപ്പം തന്നെ കഴിക്കാൻ പറ്റണമെന്നേ ഉള്ളൂ അർച്ചനയ്ക്ക്. കാരണം രാവിലെ കഴിച്ച സ്മൂത്തി നല്ല ഹെൽത്തി ആയിരുന്നെങ്കിലും വിശപ്പ് അങ്ങോട്ട് മാറിയില്ല. നല്ല വിശപ്പുണ്ട്. ഈ അടുപ്പ് കൊള്ളാം. ഇതിനകത്ത് നെല്ലിൻ്റെ പുറന്തോട് ഉമിയാണ് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എവിടെയോ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചേക്കുന്നതും തീ കത്തുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കൺസ്ട്രക്ഷനാണ് ഈ അടുപ്പിൻ്റെ. ഈ ടൈപ്പ് അടുപ്പ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് യൂസ് ചെയ്യാറുണ്ടായിരിക്കും. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ് നെല്ല് സ്റ്റോറേജ്. ഒരുപാടുണ്ട് നെല്ലല്ല, നെല്ലിൻ്റെ പതിര് എന്തോരുണ്ടെന്നതിനകത്ത്. റൈസ് പേപ്പർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ ഇതെങ്ങനെ കഴിക്കുന്നു മാത്രം മനസ്സിലായില്ല. ഒരു ലെയറും കൂടെ ഇതിൻ്റെ മുകളിൽ പരത്തുവാണ്. ഇതൊരു 10 മിനിറ്റ് ആയിട്ടോ ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇത് കുറച്ച് എഫേർട്ടുള്ള പരിപാടി തന്നെയാണ്. വെള്ളം ചൂടായിട്ട് ആവിയൊക്കെ ഉണ്ടായിട്ട് വേണമല്ലോ ഇത് വേവാനായിട്ട്. കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. ചട്ടുകത്തിന് വരെ ഒരു കോലാണ് ഇത് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ മുള കൊണ്ടൊരു സ്റ്റാൻഡ് ഉണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വെച്ചു. അടുത്തത് നമ്മൾ ഉണ്ടാക്കണം എന്നാണ് ചേട്ടൻ പറയുന്നത്. അർച്ചന കുക്കിംഗ് സ്കില്ല് കാണിച്ച് അപ്പൂപ്പനെ ഞെട്ടിക്കാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ദോശ ചുടണ പോലെ ഉള്ളൂ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അപ്പം ദോശ ചുടുമ്പോൾ മാക്സിമം വട്ടത്തിൽ പരത്തണം എന്നാണ് അർച്ചനയുടെ ആകെയുള്ള ലക്ഷ്യം. അതേപോലെ തന്നെ ആ ഓർമ്മയിൽ മാക്സിമം ഇവിടെ പരത്തിയിട്ടുണ്ട്. സംഭവം കൂടിപ്പോയിന്ന് തോന്നുന്നു. കൂടിപ്പോയി. ഈ കോല് വെച്ചിട്ട് ഈ സംഭവം പറിച്ചെടുക്കാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മാക്സിമം ശക്തിയിലാണ് അർച്ചന അങ്ങോട്ട് പരത്തി വെച്ചേക്കുന്നത്.
ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. സംഭവം കൊളായിട്ടുണ്ട്. ഇതാണ് അപ്പൂപ്പൻ ഉണ്ടാക്കിയത്. ഇത് അർച്ചന ഉണ്ടാക്കിയത്. നൈസായിട്ട് ഒന്ന് പാളിപ്പോയി. സാരമില്ല, ഏതായാലും ഒരെണ്ണം ഉണ്ടല്ലോ, കുഴപ്പമില്ല. അതിനുശേഷം അപ്പൂപ്പൻ ഇവിടെ ഇരുന്ന പപ്പടം പോലത്തെ ഒരു സംഭവത്തിൻ്റെ മുകളിലേക്ക് ആ റൈസ് പേപ്പർ വെച്ചു. പിന്നെ കൈ വെച്ച് അത് ഒടിച്ചിട്ട് 2 പീസായിട്ട് മടക്കി. ഈ ഉണ്ടാക്കിയ സാധനത്തിൻ്റെ പേരെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്ത് ഗൂഗിൾ ലെൻസിലിട്ട് നോക്കി. ബാൻ ഡാപ്പ് എന്നാണ് ഈ സംഭവത്തിൻ്റെ പേര്. അതായത് ക്രിസ്പി ആൻഡ് വെറ്റ് റൈസ് പേപ്പർ സാൻഡ്വിച്ചാണ് സംഭവം. ഹോയാൻ ഏരിയയിലുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണിത്. നമ്മൾ ഉണ്ടാക്കിയതാണ് വെറ്റായിട്ടുള്ള റൈസ് പേപ്പർ. പുള്ളിയുടെ കയ്യിലിരുന്ന പപ്പടം പോലത്തെ സംഭവമാണ് ക്രിസ്പി റൈസ് പേപ്പർ. അപ്പോൾ ക്രിസ്പി റൈസ് പേപ്പറിനകത്ത് നമ്മൾ ഉണ്ടാക്കിയ വെറ്റ് റൈസ് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച്. ഇതിൻ്റെ പേര് ബാൻഡാപ്പ് എന്നാണ്. ഈ ഏരിയയിലുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡാണിത്. ഓവറോൾ ഈ പരിപാടി കൊള്ളായിരുന്നു കേട്ടോ. നല്ല ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഫസ്റ്റ് കുക്കിംഗ് ക്ലാസ് എക്സ്പീരിയൻസ് ആയിരുന്നു. സംഭവം കൊള്ളാം. അതുപോലെ ഉണ്ടാക്കിയ ബാൻഡാപ്പ് ഇപ്പം തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. സോ തൽക്കാലത്തേക്ക് വിശപ്പ് മാറാൻ അത് മതി. അതേപോലെ നമ്മളിതിൻ്റെ പൈസയും ചോദിച്ചു കേട്ടോ. 40,000 VND ആണ് രണ്ടുപേരും കൂടെ വരുന്നത്. 40,000 എന്ന് കേട്ട് പേടിക്കണ്ട. നമ്മുടെ നാട്ടിലൊരു 130 രൂപയോടെ വരുന്നുള്ളൂ. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്. നമുക്കിത് കഴിക്കാനുള്ള സാധനം കൂടെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ. നല്ല പ്രൈസാണ്. ഇത് ഫിഷ് സോസ് കൂട്ടിയാണ് കഴിക്കേണ്ടത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായി. ഒരു മൈൽഡായിട്ടുള്ള ടേസ്റ്റാണ്. ഭയങ്കര ഫ്ലേവറൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ടായി. അപ്പോൾ ഈ ആക്ടിവിറ്റി ഏതായാലും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. ചെറിയ പൈസയേ ഉള്ളൂ. അതേപോലെ അപ്പൂപ്പന് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ ഏതായാലും ഇവിടുത്തെ ഡീറ്റെയിൽസ് ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ഇവിടെ വരുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെയൊക്കെ നോക്കി ചോളം ഉണക്കാനായിട്ട് ഇട്ടേക്കുവാണ്. ഇപ്പോൾ ചോളം വിളവെടുക്കുന്ന സീസണാണെന്ന് തോന്നുന്നു. വിയറ്റ്നാമിൽ റൈസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ധാന്യമാണ് ചോളം. ഈ സെൻട്രൽ വിയറ്റ്നാമിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഹോയാൻ ഏരിയയിലൊക്കെ ചോളത്തിന് ധാരാളം കൃഷിയുണ്ട്. ഇവിടെയൊക്കെ നോക്കി ഫുൾ ചോളക്കൃഷിയാണ്. ചോളം ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇവിടെ മുളകാണ് കൃഷി. ഇവരുടെ ഫുഡിലൊന്നും അങ്ങനെ വലിയ എരിവൊന്നുമില്ല. പക്ഷേ ഏത് മാർക്കറ്റിൽ പോയാലും ഇഷ്ടം പോലെ മുളക് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ സോസുകളിലായിരിക്കും ഇവർ ഒരുപാട് മുളക് യൂസ് ചെയ്യുന്നത്. മുളക് പൊടിയുടെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഈ സ്ഥലം ഫുൾ വരണ്ടിരിക്കുകയാണ്, ഒട്ടും മഴയൊന്നും പെയ്യാത്ത പോലെ. ബാക്കി സ്ഥലമൊക്കെ ഫുൾ നല്ല പച്ചപ്പാണ്. ചിലപ്പോൾ ഈ സ്ഥലത്തെ വിളവെടുപ്പ് കഴിഞ്ഞതായിരിക്കും. ഈ വിളവെടുപ്പ് കഴിഞ്ഞ സ്ഥലത്ത് കൃഷിക്കാർ ബാക്കിയുള്ള ചെടികളും വേസ്റ്റും എല്ലാം കൂടെ ഇട്ട് കത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ കത്തിക്കൽ കഴിഞ്ഞ സ്ഥലമായിരിക്കും ചിലപ്പോൾ ഇത്. ഇതേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ, നമ്മുടെ കപ്പയാണ് ഇവിടെ കൃഷി ചെയ്തേക്കുന്നത്. അത്യാവശ്യം കപ്പ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ നാട്ടുകാർ. ഹലോ. ഇവിടുത്തെ കുട്ടികളെ കാണുമ്പോൾ ഹലോ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഭയങ്കര ക്യൂട്ടാണ് അവരെ കാണാനായിട്ട്. അവർക്കാണെങ്കിലും ഫോറിനേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇന്ന് നമ്മളൊരു 10-20 ഹലോ എങ്കിലും പറഞ്ഞു കാണും. ഇവർ വെസ്റ്റേൺ ആൾക്കാരെ അത്യാവശ്യം കണ്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഫേസ് കട്ടുള്ള ആൾക്കാരെ തീരെ കണ്ടിട്ടുണ്ടാവില്ല. താടിയൊക്കെ ഉള്ള ആൾക്കാർ ആദ്യമായിട്ടായിരിക്കും ഈ കുട്ടികൾ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ചില വലിയ ആൾക്കാർക്കും നമ്മളെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. ഇത് വേറൊരു കമ്മ്യൂണിറ്റി ടൂറിസം ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ബാമ്പു മുള വെച്ചിട്ടുണ്ടാക്കുന്ന കൊട്ടവഞ്ചിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഹോയിയാനിലെ ഈ ബാമ്പു ബോട്ടുകൾ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ഈ കൊറാക്കിൾ ബോട്ടിൽ, ബാമ്പു ബോട്ടിൽ പോയിട്ട് ഉള്ള ടൂറുകൾ കുറേ ഉണ്ട്. നിങ്ങൾ ഹോയിയാൻ കൊറാക്കിൾ ബോട്ടിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും കാണാൻ പറ്റും.
ഈ ബാമ്പുവിൻ്റെ ഓരോ ഇഴകളും നമ്മൾ കെയർഫുള്ളായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ നെയ്ത് എടുക്കണം. ഈ ഓരോ ബാമ്പു സ്ട്രിപ്പിനും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കാരണം ഉണ്ടാക്കുന്ന ഒരു ബോട്ടാണല്ലോ, ഇതിനകത്ത് ആൾക്കാരെ കയറ്റിയിട്ട് ഫൈനലി റിവറിൽ കൂടെ പോകാനുള്ളൊരു ബോട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ള അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ശരിക്കും ബോട്ട് ഉണ്ടാക്കി ആൾക്കാർക്ക് വിൽക്കുന്ന ഒരു സ്ഥലമല്ല, ഇതൊരു ഡെമോൺസ്ട്രേഷൻ സെൻ്ററാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് മെയിനായിട്ടും ഇവിടെ ഇത് ചെയ്യുന്നത്. അതേപോലെ ഈ ബാമ്പു വെച്ചിട്ട് ഈ ബോട്ട് ഉണ്ടാക്കുന്ന ഈ ആർട്ട് ഇത് വളരെ കുറച്ച് ആൾക്കാർക്കേ അറിയാമുള്ളൂ. അത് പ്രിസർവ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഇവർ ഈ സെൻറ്റർ തുടങ്ങിയേക്കുന്നത്. ഫൈനലി ഇതുപോലെയായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ആ ബോട്ട് വരുന്നത്. ഇതും നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 150 ഇന്ത്യൻ രൂപയാണ് നമുക്ക് രണ്ടുപേർക്കും കൂടെ ആയേ. ഇവിടുത്തെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തൂബോൺ റിവറിൻ്റെ തീരത്തോടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓയാൻ്റെ ഒരു ജീവനാടിയാണ് ഈ റിവർ എന്ന് പറയാം. ഇവിടുത്തെ ടൂറിസവും ഫിഷിങ്ങും ഒക്കെ ഈ റിവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് ഒരുപാട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ തന്നെ പുഴയും റോഡും ഏകദേശം ഒരേ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം കയറാൻ നല്ല സാധ്യതയുണ്ട്. വൈകുന്നേരം ആയപ്പോഴേക്കും പിള്ളേരൊക്കെ ഫുൾ റോഡിലാണ്. സൈക്കിളെടുത്ത് കറക്കാണ് ഇവിടുത്തെ പിള്ളേരുടെ മെയിൻ പരിപാടി. ഇവിടെ കുട്ടികൾക്കൊക്കെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സൊക്കെ ഒരുപാടുണ്ട്. അതും എടുത്ത് ഫുൾ ടൈം കറക്കാണ് ഇവിടുത്തെ പിള്ളേർ. ഹലോ 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 ഹലോ. ആ ചെറുക്കൻ്റെ കയ്യിലിരുന്ന് അവൻ്റെ പെറ്റായിട്ടുള്ള റാറ്റായിരുന്നു. ഫോറിനേഴ്സൊക്കെ പെറ്റായിട്ട് വളർന്ന വെളുത്ത എലിയില്ലേ ആ സംഭവം, പക്ഷെ ശരിക്കും ഒന്നും കാണാൻ പറ്റിയില്ല. ഈ വില്ലേജിൽ കൂടെ വൈകുന്നേരം സൈക്കിൾ ഓട്ടുന്നത് നല്ലൊരു ഫൺ ആക്ടിവിറ്റി ആട്ടോ. ഈ സമയത്താണ് പിള്ളേരൊക്കെ റോഡിൽ ഇറങ്ങിയിട്ട് നല്ല ആക്റ്റീവ് ആവുന്നത്. ഒരു കാർപ്പൻട്രി വർക്ക്ഷോപ്പിൽ കയറി. ഞങ്ങൾ കയറണില്ല എന്ന് വെച്ചതായിരുന്നു. ഞങ്ങൾ നേരത്തെ ഒരു ഫോറിൻ കപ്പിളിനെ കണ്ടായിരുന്നു ഗൈഡിൻ്റെ കൂടെ. അവർ നമ്മളോട് ഇവിടെ ഒന്ന് കയറി നോക്കാൻ പറഞ്ഞു. ഈ വർക്ക്ഷോപ്പ് ഫ്രീ ആണെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇവർ ചില സാധനങ്ങളോട് വെക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു മര്യാദയുടെ പുറത്ത് അത് വാങ്ങണമല്ലോ. ഇത് ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പോകുന്നത് മോശമല്ലേ. ഹലോ ഹായ്. Very good, very nice actually. Oh, the buffalo. He making buffalo. Cái câu đó là hồng vô du lao là sao đúng không? Another side. ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയ സംഭവം. നമ്മുടെ ചാനൽ റെക്സാക്കാൻ കോമ്പസ് എന്നുള്ളതിൻ്റെ R&C ആണ്. അതേപോലെ ഈ ബുദ്ധൻ്റെ പ്രതിമ 2 കീച്ചെയിൻ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയതാണ്. വലിയ കത്തി റേറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ കാണാനായിട്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ വില്ലേജിലെ സ്ഥലങ്ങളും ആൾക്കാരെയും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലും ക്യാമ്പിംഗ് വില്ലേജിലെ കൂടുതൽ കാഴ്ചകളാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളുമായി കാണാം.